ഓം ശാന്തി. ഈ ശരീരത്തിൽ വിരാജമാനായ ഞാൻ ഒരു നിരാകാരി ആത്മാവാണ്. പരമധാമ നിവാസി ശിവപരമാത്മാവിൻ്റെ പ്രിയ സന്താനമാണ്. ഈ വ്യക്തലോകത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ദൂരെയായി ഞാൻ അനുഭവം ചെയ്യുകയാണ്. അവ്യക്ത ബാപ്പദാദ എനിക്ക് വേണ്ടി അവ്യക്തവദനത്തിൽ നിന്നും താഴേക്കിറങ്ങി വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൽ ബാപ്പദാദയുടെ സന്മുഖത്തിലിരിക്കുന്നു. ഞാൻ ബാപ്പദാദയെ കണ്ട് ഹർഷിതമാകുന്നു. ഇത് എൻ്റെ അതേ കൽപ്പ പഹലേവാല ബാബയാണ്. ഞാൻ വീണ്ടും ബാബയെ പ്രാപിച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിൽ, ആനന്ദത്തിൻ്റെ, സുഖത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുന്ന അനുഭവം ചെയ്യുന്നു. ഞാൻ പരമാത്മാ സ്നേഹി ആത്മാവാണ്. ഞാൻ സ്നേഹസാഗരത്തിൽ ലവ്ലീനമാകുന്നു. ബാബ എൻ്റെ ഹൃദയം കവർന്നു. സ്വന്തം ഹൃദയം എനിക്ക് നൽകി. എൻ്റേത് ബാബയോടുള്ള സ്നേഹത്തിൻ്റെ ശുദ്ധ സംബന്ധമാണ്. ബാബയുടെ സ്നേഹത്തിൽ സമാവേശമായി ഞാൻ പരമാത്മാ മിലനത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ബാപ്പ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. മൻമനാഭവ സ്ഥിതിയിലിരിക്കുന്നു. ബാബയ്ക്ക് എന്നെ അത്രയും സ്നേഹമാണ്. ബാബ എന്നെ തൻ്റെ ഹൃദയ സിംഹാസനത്തിലിരുത്തിയിരിക്കുന്നു. എൻ്റെ സ്ഥാനം ബാബയുടെ ഹൃദയത്തിലാണ്. ഞാൻ ആത്മാ ബാബയുടെ ഹൃദയമണിയാണ്. സ്വയം തന്നെ ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്ന അനുഭവം ചെയ്യുന്നു. ഞാൻ ബാബയുടെ ദിൽ തക്ത നശീൻ ആത്മാവാണ്. ബാബയുടെ സമീപരത്നമാണ്. പരിധിയില്ലാത്ത ബാബ എന്നെ പരിധിയില്ലാത്ത ഹൃദയ സിംഹാസനത്തിൻ്റെ അധികാരിയാക്കിയിരിക്കുന്നു. സർവപ്രാപ്തികളുടെയും അനുഭവം ചെയ്യുന്നു. ബാബയ്ക്ക് എൻ്റെ ഹൃദയം കൊടുത്ത് ദിലാരാമ ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നു. അപാര വിശ്രമത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ ബാബയുടെ ദിൽ തക്ത നശീൻ ആത്മാവാണ്. സമീപരത്നമാണ്. ഞാൻ ഹീറോ പാർട്ടിധാരിയാണ്.
ഈ കല്യാണകാരി സംഗമയുഗത്തിൽ പ്രിയ ശിവബാബ വന്നിരിക്കുന്നു. ബാബ ആത്മാവിനെ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും ദൂരേക്ക് കൊണ്ടുപോകാൻ ദൂരദേശവാസി ബാബ വന്നിരിക്കയാണ്. സർവരെയും ദൂരദേശിയാക്കുന്നു. ഇപ്പോൾ എനിക്ക് പാവനമായി ബാബയുടെ കൂടെ വീട്ടിലേക്ക് പോകണം. എൻ്റെ വീട്ടിലേക്കുള്ള യാത്രക്ക് ഞാൻ തയ്യാറാവുന്നു. സർവവിസ്താരത്തെയും ഒരു ബിന്ദു ആത്മാവിലേക്ക് സമാഹരിക്കുന്നു. ഞാൻ സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്നു. നിശ്ചയ ബുദ്ധി ആത്മാവാകുന്നു. ഞാൻ ബാബയുടെ അതിസ്നേഹി ആത്മാവാണ്. എൻ്റെ കടമയാണ് വീടാന്തരം ബാബയുടെ സന്ദേശം എത്തിക്കുക എന്നത്. ഏത് സാഹചര്യമായാലും ബാബയുടെ പരിചയം ബാബയുടെ സന്ദേശവാഹകനായി ഓരോരുത്തർക്കും തീർച്ചയായും നൽകുന്നു. സേവനത്തിനായി ഞാൻ പുതിയ പുതിയ പോയിന്റുകൾ കുറിച്ചു വെക്കുന്നു. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ബാബ വന്ന് പുതിയ ലോകം രചിക്കുന്നു എന്ന സന്ദേശം സർവരിലും എത്തിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാനിപ്പോൾ ത്രിമൂർത്തികളുടെയും ശിവബാബയുടെയും പരിചയം നൽകുന്നു. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അതിലൂടെ മുഴുവൻ വിശ്വത്തിനുമേലും വിജയമുണ്ടാകുന്നു. എന്നെ സ്വയം ഭഗവാൻ പഠിപ്പിക്കുന്നു. അതിനാൽ എൻ്റെ സന്തോഷത്തിന് പരിധിയില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ഭഗവാനാണ്. ബാബ എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകും. ബാബയുടെ മതത്തിലൂടെ നടക്കുന്നവർ ദേവതയാകുന്നു. ഞാൻ പൂന്തോട്ടമുണ്ടാക്കാനുള്ള സേവനം ചെയ്യുന്നു. പൂന്തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ബാബ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഞാൻ പൂന്തോട്ടം സംരക്ഷിക്കുന്നു. എൻ്റെ ജോലിയാണ് മുള്ളുകളെ പൂക്കളാക്കി മാറ്റുക എന്നത്. ബാബ എന്നെ ബ്രാഹ്മണനാക്കി പിന്നെ ദേവതയാക്കുന്നു. ഞാൻ മന്മനാഭവ എന്ന അവസാനം മനസ്സിലാക്കി കൊടുക്കുന്നു. ബാബയുടെയും സൃഷ്ടിചക്രത്തെയും ഓർമ്മിക്കുന്നു. മുഖ്യമായ കാര്യം ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. ഇതാണ് യോഗാഗ്നി. ബാബ ജ്ഞാനസാഗരമാണ്. എന്നെ വിഷം കുടിക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്നു. ബാബ വന്ന് എന്നെ ജ്ഞാനചിതയിലിരുത്തുന്നു. ഇതിലൂടെ ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ജഗത് ജീതായി മാറുന്നു. ഞാൻ സത്യ
സത്യധർമ്മത്തിൻ്റെ സ്ഥാപനക്ക് നിമിത്തമായിരിക്കുന്നു. സ്വയം ഭഗവാൻ എന്നെ പഠിപ്പിക്കുന്നു. ദേവീ ദേവതാധർമ്മം വളരെയധികം സുഖം നൽകുന്നു. പൂന്തോട്ടത്തിലെ ജോലിക്കാരനായി മുള്ളുകളെ പൂക്കളാക്കി മാറ്റുന്ന സേവ ചെയ്യുന്നു. പൂർണ്ണമായും പാലന നൽകി പിന്നീട് ബാബയുടെ മുന്നിൽ കൊണ്ടുവരുന്നു. ബാബയുടെ വരദാനമാണ് ബാപ്പ് ദാദയുടെ ഹൃദയ സിംഹാസനധാരിയായി ഭവിക്കട്ടെ. ഞാൻ ദേഹത്തെയും ലോകത്തെയും മറക്കുന്നു. സംഗമയുഗി ശ്രേഷ്ഠാത്മാക്കളുടെ ഇരിപ്പിടമാണ് ബാബയുടെ ഹൃദയ സിംഹാസനം. ഇത് മുഴുവൻ കൽപ്പത്തിലും ലഭിക്കില്ല. വളരെ വളരെ വിശാലമാണ്. ഇതിലിരുന്നു കൊണ്ട് നടക്കുകയും ചുറ്റിക്കറങ്ങുകയും കഴിക്കുകയും ഉറങ്ങുകയും എല്ലാം ചെയ്യുന്നു. ഞാൻ ബാബയുടെ ഹൃദയ സിംഹാസനധാരിയായി പഴയ ദേഹത്തെയും ദേഹത്തിൻ്റെ ലോകത്തെയും പൂർണ്ണമായും മറക്കുന്നു. കണ്ടിട്ടും കാണാതിരിക്കുന്നു. പരിധിയുള്ള പേര്, പദവി, പ്രശസ്തി എന്നിവയുടെ പുറകെ ഓടുന്നത് നിഴലിനു പുറകെ ഓടുന്നത് പോലെയാണ്. ഓം ശാന്തി.